നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഈ പ്രായമായ കാലത്ത് ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. പാപ്പാ, നീ ജീവിക്കുന്നത് നിൻ്റെ മക്കൾക്ക് വേണ്ടി. ഈ 60-40 വയസ്സിലും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ഏത് മക്കൾക്ക് വേണ്ടി? ഏത് മക്കൾക്ക് വേണ്ടി? ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ മോന് നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയോ? വയലെല്ലാം കഴിഞ്ഞ് നിർത്തി. ഇനിയൊരു സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ ഞാൻ ചോദിക്കാം. എൻ്റെ വാപ്പമാരോട് ചോദിക്കട്ടെ, നീ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, നീ നിൻ്റെ ജീവിതകാലം മുഴുവനും മാറ്റിവെച്ച് വളർത്തുന്ന ഈ മകൻ നാളെ നീ മരിച്ചുപോയാ നിൻ്റെ മയ്യത്തെടുത്തിട്ട് വീടിൻ്റെ സൈഡിൽ ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് എടുത്തു വെക്കുമ്പോൾ ഈ പറയുന്ന മകൻ കുളിപ്പിക്കൂ? നിൻ്റെ മയ്യത്തെടുത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോൾ നിൻ്റെ മകൻ ഇങ്ങനെ തെണ്ടും, എൻ്റെ വാപ്പാനെ കുളിപ്പിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഉമ്മയും ചിന്തിക്കുക, നീ 9.5 മാസം ചുമന്നല്ലോ, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചല്ലോ, നീ പട്ടിണി കിടന്നാലും രോഗിയാണെങ്കിലും നിൻ്റെ മക്കൾക്ക് പാല് കൊടുത്ത് വളർത്തി. ഇന്നും നിൻ്റെ മോളെന്ന സ്നേഹത്തോടെ നീ പറയുന്ന ഈ മകളോട് ചോദിക്കും, മോളെ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിനക്കറിയുമോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ പള്ളിയിലെ ഖതീബിൻ്റെ കയ്യിൽ പിടിച്ചിട്ട്, ഉസ്താദേ ഞാൻ ഇമാമത്ത് നിൽക്കാം എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മകൻ നമുക്കുണ്ടോ? അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ ചോദിക്കണത് സ്വന്തം മകനെ പോലെ ചോദിക്കാം. പാപ്പാ, 6 അടി മണ്ണിനകത്ത് നിന്നെ കൊണ്ട് കുഴിച്ചിടുമ്പോൾ നിന്റെ ഖബറിൻ്റെ ചാരത്ത് വന്നിട്ട് കാണാതെ തെറ്റാതെ യാസീൻ ഓതാനെങ്കിലും നിന്റെ മക്കൾക്കറിയൂ? ഇതറിയില്ല എങ്കിൽ നീ എന്തിനാ ഇത്ര കൊല്ലം കഷ്ടപ്പെട്ടെ? ഈ കഷ്ടപ്പെട്ട് ജീവിച്ച് ഈ പോറ്റു വളർത്തിയതിൽ നിനക്കുള്ള നേട്ടം എന്താ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയോ? മക്കളെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. ഞാൻ എൻ്റെ വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ ഒരു 10-31 വയസ്സുള്ളൊരു പെണ്ണ് ബാഗും പിടിച്ച് പള്ളിയുടെ ഗേറ്റിൽ നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മകൻ സിയാറത്ത് ചെയ്യാൻ പോയി, കാണുന്നില്ല, ഒന്ന് പറഞ്ഞുവിടൂ. ഞാനിങ്ങനെ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് തിരഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. നല്ലതുപോലെ നോക്കിയില്ല, ഇങ്ങനെ ഓടിച്ചു നോക്കി, കണ്ടില്ല. ഞാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇത്താ അവിടെ ആരുമില്ല. ഇല്ല ഉസ്താദെ, എൻ്റെ മോനുണ്ട്, എൻ്റെ മകനുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, 10-11 വയസ്സ് മാത്രമേ മോന് പ്രായമുള്ളൂ. കുന്നിക്കോട് പ്രദേശത്ത് എവിടെയോ അവൻ അല്ലാഹുവേ വിശുദ്ധമായ ഖുർആൻ പഠിക്കുക, ഹാഫിദിന് പഠിക്കുക, 17 ജുസു കാണാതെ പഠിച്ചു. അവൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോകുക കോളേജിലേക്ക്. വാപ്പയോട് യാത്ര പറയാൻ പോയതാ ഉസ്താദെ. മരണപ്പെട്ടു പോയ പിതാവിനോട് ഇന്നവൻ ലീവ് കഴിഞ്ഞ് കോളേജിലേക്ക് തിരിച്ചു പോകുന്നു. വാപ്പയോട് യാത്ര പറയാൻ പോയതാ. ബസ് വരാൻ സമയമായി, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുവോ? ഞാൻ പള്ളിക്കാട്ടിലൂടെ ഇങ്ങനെ തിരഞ്ഞു നടന്നപ്പോൾ ഒരു ചെറിയ മകൻ, അല്ലാഹുവേ വെള്ള ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ചൊരു ചെറിയ മകൻ അവൻ്റെ വാപ്പാൻ്റെ ഖബറിൻ്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യുക. ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ ഉമ്മ നിന്നെ തിരയുന്നു, പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടി അവനിങ്ങനെ പറയുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദെ എൻ്റെ വാപ്പാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ, ചെറിയൊരു ദുആ. എൻ്റെ ഉപ്പാന് വേണ്ടി ഉസ്താദ് ചെറിയൊരു ദുആ ചെയ്യണം. അല്ലാഹുവേ പൊന്നുമോൻ്റെ അപേക്ഷയല്ലേ. ഞാൻ അവിടെ നിന്ന് ഫാത്തിഹ ഓതി, ഖുൽ ഹുവല്ലാഹു ഓതി, ഫലക് ഓതി, നാസ് ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ 17 ജുസു കാണാതെ പഠിച്ചവനാ, നീ ദുആ ചെയ്താൽ നിൻ്റെ വാപ്പയ്ക്ക് വളരെ സന്തോഷമാകും, നീ ദുആ ചെയ്. ഇല്ല ഉസ്താദെ നിങ്ങൾ ചെയ്, ഇല്ല ഉസ്താദെ നിങ്ങൾ ചെയ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഞാൻ ആ ഖബറിൻ്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. അവൻ കരയാനും തുടങ്ങി. അന്നാണ് യഥാർത്ഥത്തിൽ നെഞ്ചു പൊട്ടിയിട്ട് കരയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടത്. ആ 11 വയസ്സോ 12 വയസ്സോ ഉള്ള ചെറിയ മകൻ, ഞാനിങ്ങനെ ദുആ ചെയ്യുകയാ, അവൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. അല്ലാഹുവേ, ഞാനിങ്ങനെ ഒരുപാടൊന്നും ദുആ ചെയ്തില്ല, ഒരല്പമേ ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞു, അല്ലാഹുവേ ഈ മനുഷ്യൻ്റെ ഖബറിനകത്ത് നീ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഖബറിൻ്റെ മുകളിലേക്ക് ഈ മകനങ്ങ് വീണു. ഞാൻ പെട്ടെന്ന് ദുആ നിർത്തി. ഈ മോനിങ്ങനെ കിടന്ന് കരയാ. അവൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണിനീര് അവൻ്റെ വാപ്പാൻ്റെ ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുന്നേക്കണില്ല. കരഞ്ഞ് 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 അവൻ്റെ ജുബ്ബ മുഴുവനും നനഞ്ഞു.
ഞാനിവൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ വലിച്ചു പൊക്കുമ്പോൾ ഈ കുഞ്ഞ് നിന്നിട്ടിങ്ങനെ തേങ്ങി കരയാ. ഞാനവൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി പറഞ്ഞു, മോനെ നീ കരഞ്ഞാ നിൻ്റെ വാപ്പാനു സഹിക്കൂല്ലടാ, നീ കരഞ്ഞാ നിൻ്റെ വാപ്പയും കബറി കിടന്നിട്ട് കരയും, നീ കരയരുത്, നിന്റെ ഉപ്പാൻ്റെ മുന്നിൽ നിന്നാ കരയുന്നത്, കരയല്ലേ മോനെ എന്ന് പറഞ്ഞപ്പോൾ ആ തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന മോൻ എന്നോട് ചോദിക്കാം, ഉസ്താദെ ഞാൻ കരഞ്ഞാ എൻ്റെ വാപ്പ കരയോ? ഞാൻ കരഞ്ഞാൽ എൻ്റെ വാപ്പ കരയോ? ഞാൻ കരയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാം, എങ്കിൽ ഞാൻ ഇനി കരയൂല്ല ഉസ്താദെ, എൻ്റെ വാപ്പാൻ്റെ മനസ്സ് വേദനിക്കുമെങ്കിൽ, എൻ്റെ വാപ്പ കരയുമെങ്കിൽ ഞാനിനി കരയൂല. ഞാൻ പറഞ്ഞു, നിൻ്റെ ഉമ്മ വിളിക്കുന്നു പോമോനെ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്നോട് പറഞ്ഞു, ഉസ്താദെ ഒന്ന് വിട എൻ്റെ കയ്യിൽ നിന്ന്. ഞാനവൻ്റെ കൈ വിട്ടപ്പോൾ അവന് ജന്മം കൊടുത്ത അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ ചെറുപ്രായത്തിൽ യാത്രയായി പോയ പിതാവിൻ്റെ ഖബറിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ആ 11 വയസ്സുകാരൻ പറഞ്ഞു, അസ്സലാമു അലൈക യാ അബീ. എന്നിട്ട് പൊന്നുമോൻ പറയുന്നു, വാപ്പാ ഞാൻ കോളേജിലേക്ക് പോകുകയാ. ജീവിച്ചിരിക്കുന്ന വാപ്പയോട് മക്കൾ പറയുന്നത് പോലെ 11 വയസ്സുള്ള മകൻ മരിച്ചുപോയി ഖബറിനകത്ത് കിടക്കുന്ന വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞു, ഉപ്പാ എനിക്ക് ഹാഫിളാകണം, നിങ്ങൾ ദുആ ചെയ്യണം, എനിക്ക് ഹാഫിളാകണം, നിങ്ങൾ ദുആ ചെയ്യണം, എനിക്ക് എൻ്റെ ഉപ്പാനെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അള്ളാഹുവേ, 11 വയസ്സുകാരൻ ഖബറിന്റെ ചാരത്ത് നിന്ന് പറയുന്നത് കേട്ടപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചു പോയി, അള്ളാഹുവേ ഇതുപോലെ ഒരെണ്ണത്തെ എനിക്കും തരണമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പ നമുക്കില്ലാതെ പോയതും ഇങ്ങനെ ഒരെണ്ണവാ, നമുക്കില്ലാതെ പോയതും ഇതുപോലെ ഒരെണ്ണവാ. ഈ പോറ്റി വളർത്തുന്നവൻ യാസീൻ ഓതുന്നത് പോയിട്ട്, ദുആ ചെയ്യുന്നത് പോയിട്ട്, സിയാറത്ത് ചെയ്യുന്നത് പോയിട്ട്, പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിട്ടിട്ട് സമാധാനം പോലും തരാത്ത ചില മക്കളുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖബറിനകത്ത് കൊണ്ടിട്ടിട്ട് തിരിഞ്ഞു നോക്കൂല, ഓരോ വെള്ളിയാഴ്ചയും കണ്ണുനീര് കുടിപ്പിക്കും. ഖബറിനകത്ത് കിടന്നിട്ട് തെണ്ടുകയാ, അള്ളാഹുവേ അള്ളാഹുവേ എനിക്കാരെങ്കിലും ദുആ ചെയ്യണേ അല്ലാ എന്ന് മാതാപിതാക്കൾ ഖബറിൽ കിടന്ന് യാചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനോട് പറയാ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാ, നമുക്കിതുപോലെ ഒരെണ്ണം വേണ്ടേ വാപ്പ? നമുക്കും ഇതുപോലെ ഒരെണ്ണം വേണ്ടേ? ആരെങ്കിലൊക്കെ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കണ്ടേ? നമ്മൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് യാസീൻ ഓതി ദുആ ചെയ്യണ്ടേ? നമ്മുടെ മക്കൾ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ അസ്സലാമു അലൈക യാ അബീ എന്ന് സലാമെങ്കിലും പറയുന്ന ഒരു മകനോ നമുക്ക് വേണ്ടേ? അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാടൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും കൊടുക്ക്. അള്ളാഹു നിങ്ങൾക്ക് സാലിഹായ മക്കളെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നിങ്ങൾക്ക് നല്ല മക്കളെ തരും. ഖബറിൽ കിടന്ന് തെണ്ടേണ്ട ഒരവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് വരുത്തൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ പടച്ചോനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ പടച്ചോനെ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ തല്ലുന്ന മക്കളാക്കല്ലേ അല്ലാ. പടച്ചവനെ, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്ന മക്കളാക്കല്ലേ റഹ്മാനെ. മരിച്ചതിന് ശേഷം പോലും സമാധാനം തരാത്ത മക്കളാക്കല്ലേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് നിങ്ങൾ ആരും കൊടുക്കണ്ട. അൽഹംദുലില്ലാ, ഇന്ന് 19-ാം തീയതി, ഇനിയും ദിവസമുണ്ട്. ഞാനൊരു ചെറിയ സദക്ക നീമാനോടുകൂടി മരിക്കുന്നത് കണ്ടിട്ട് ശപിക്കപ്പെട്ട ശൈത്താൻ കരയുന്ന ചെറുപ്പക്കാരാ, അതുകൊണ്ടൊരു നല്ല സദക്കയിട്ടോ. അല്ലാഹുവേ, കരുണയുള്ള അല്ലാ, ആരൊരു നല്ല സദക്ക കൊടുക്കുന്നു അവർക്കൊരു നല്ല മരണം കൊടുക്കണേ അല്ലാ. അവരുടെ മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ റബ്ബേ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്ത ഒന്നാമത്തെ സമയം മരിക്കണ സമയത്ത് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാക്കു പൊങ്ങൽ അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ കഴിയില്ലെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. രണ്ട് സമയം എന്താ ഇപ്പോൾ? 10 മണിയാ 11 മണിയാ? 10 11 11 കറക്റ്റ് സമയമായില്ലേ? നിർത്താന്ന് പറഞ്ഞ സമയമായില്ലേ? നിർത്താറായോ?
നിർത്താറായോ? ഈ ശരീരം വിയർക്കുന്നത് എന്തിൻ്റെ അടയാളോ? പനിയുടെ, അറ്റാക്കിൻ്റെ അല്ലല്ലോ. ശരീരം വിയർക്കുന്നത് ഈ BP ഒക്കെ കുറഞ്ഞാലും ശരീരം വിയർക്കൂലേ? എന്തോ എൻ്റെ ശരീരം വല്ലാതെ വിയർക്കുന്നു, എന്തുവായാലും കുഴപ്പമില്ല, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഒരു ആമീൻ പറ മനുഷ്യ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഞാൻ ജീവിക്കുന്ന അതിനു വേണ്ടിയാ. എപ്പോഴവിടെ വെച്ചാണെങ്കിൽ എനിക്കൊരു നല്ല മരണം മതി, വേറെ ഒന്നും വേണ്ട. ഭാര്യയും മക്കളെ കുറിച്ചൊന്നും എനിക്ക് ചിന്തയില്ല. എനിക്കൊരു നല്ല മരണം കിട്ടിയാൽ മതി, അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇരിക്കുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? ഇരിക്കൂല്ലേ? ഇവിടെ എന്താ അപ്പോൾ ചുക്ക് കാപ്പിയൊന്നും ഇല്ലേടെ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം 2 സാധാരണ ബക്കറ്റ് എടുക്കുമ്പോൾ ഇറങ്ങി ഓടും. ഇവിടെ മാറ്റം കണ്ടു, അൽഹംദുലില്ലാ. സാധാരണ ബക്കറ്റ് ഇടുമ്പോൾ ഓടുക ചെയ്യുക. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 6 അടി മണ്ണിലേക്കൊരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ, 6 അടി മണ്ണിലേക്കൊരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ ആ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വാപ്പാ നിന്റെ താടിയുടെ നീളം കൊണ്ട് കഴിയത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 6 അടി മണ്ണിനകത്തേക്കൊരു മയ്യത്ത് കൊണ്ടുവെക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. അല്ലാഹുവേ, കുടുംബക്കാരെ മുഴുവനും കുളിപ്പിച്ച് പുതുവസ്ത്രം ധരിച്ചു, സുഗന്ധമെല്ലാം തേച്ചിട്ടു. അല്ലാഹുവേ, ഒരു പച്ചയായ മനുഷ്യൻ 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. ആ ഖബർ ഞെരിക്കുമല്ലോ. ആ ഖബറിന്റെ അദാബ് വല്ലാത്ത അദാബാണല്ലോ. ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഖബറിന്റെ അദാബിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്, പടച്ചറപ്പിന്റെ അർശ് കുലുങ്ങുകയാണ്. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോകുമ്പോ റസൂലുള്ള തള്ളവരള കുത്തിയിട്ടാണ് നടക്കുന്നത്. നടക്കാൻ സ്ഥലമില്ല. പ്രവാചകൻ പറയുന്ന 70,000 മലക്കുകൾ ഇറങ്ങി വന്നു ഈ ചെറുപ്പക്കാരന്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. അവസാനം ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, സുബ്ഹാനല്ലാഹ് പറ സഹാബ, സുബ്ഹാനല്ലാഹ്. മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ അർശ് പോലും കുലുങ്ങി. പടച്ചുറപ്പേ, 70,000 മലക്കുകളെ മയ്യത്ത് നമസ്കരിക്കാൻ ഇറങ്ങി വന്നു. ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഖബറിനകത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സുബ്ഹാനല്ലാഹ് പറയുകയാണ്, എന്തിനാ നബിയേ യാ സ്വഹാബ, ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചപ്പോ ഖബർ ഞെരുക്കി സ്വഹാബ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പോയി കിടക്കണ്ടേ. ഞാനും നിങ്ങളും ഒരു ദിവസം പോയി കിടക്കണ്ടവരാ. എന്റെ ഖബറിനെ കുറിച്ച് ചിന്തിക്കാത്തത്, 6 അടി മണ്ണിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വരാത്തതുണ്ട്. കൂടെ നിന്നവരും കൂടെ കടന്നവരും കൈയടിച്ചവരും സഹായിച്ചവരും ഒരാളുമില്ലാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 6 അടി മണ്ണിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തന്റെ കയ്യിലിരുന്ന അവസാനത്തെ ദീർഘമ്പോൾ പാവങ്ങൾക്ക് കൊടുത്ത പ്രവാചകനാണിത് പറയുന്നത്. ഇന്നലിൽ മൗതില സക്കറാ,
മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. വാപ്പാ പോകണ്ടേ, എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ലല്ലോ. മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയമറിയില്ലല്ലോ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് നീ മരിച്ചാൽ ആദ്യം കരയേണ്ടത് വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പറപ്പല്ല, നാട്ടുകാരല്ല, അല്ലാഹുവിന്റെ മലക്കുകളല്ല. ഒരു മനുഷ്യൻ മരിച്ചാൽ ആദ്യം കരയേണ്ടത് ആരെന്നറിയോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ في حال موتك لاحقا مسرورا. മോനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നെയും നിങ്ങളെയും ഒരു ഉമ്മ പ്രസവിച്ചതാണല്ലോ. ആ ഉമ്മ പ്രസവിച്ച സമയത്ത് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ. ആ പിഞ്ചുകുഞ്ഞായ എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് കടന്നു വന്നു. ആ പിഞ്ചുകുഞ്ഞായിരുന്ന എന്റെയും നിങ്ങളുടെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു വന്നു. എന്നിട്ട് നമ്മളെ നോവിക്കുകയാണ്. അവനിങ്ങനെ നുള്ളിയിട്ട് നോവിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും ഇങ്ങനെ കിടന്ന് കരഞ്ഞപ്പോ ഇവൻ നമ്മുടെ കരച്ചര കണ്ടിട്ട് ചിരിച്ചവരാ, ഇവൻ നമ്മുടെ കരച്ചര കണ്ടിട്ട് ആസ്വദിച്ചവരാ. അതുകൊണ്ട് പൊന്നുമോനെ, നീ മരിക്കുമ്പോ ആദ്യം കരയേണ്ടത് വാപ്പയല്ലടാ, ഉമ്മയല്ലടാ, ഭാര്യ മക്കളല്ലടാ, കൂടപ്പറപ്പം കൂട്ടുകാരുമല്ലടാ, നിന്റെ ചുമലിലിരിക്കുന്ന മലക്കുകളല്ല. വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താനിന്റെ വാപ്പയുടെ രൂപത്തില്, നിന്റെ ഉമ്മയുടെ രൂപത്തില്, നിന്റെ കൂട്ടുകാരുടെ രൂപത്തില് കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് ഇടതുഭാഗത്തേക്ക് കടന്നു നിന്നിട്ട് അവന് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, കുടിക്കാ വെള്ളം തരാ പൊന്നുമോള്, കുടിക്കാ വെള്ളം തരാ പൊന്നുമോള്. അല്ലാഹുവേ, ആ ശപിക്കപ്പെട്ട ശൈത്താൻ നമ്മുടെ ഈമാ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ പോടാ എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയണമടാ പൊന്നുമോള്. ആരും പറഞ്ഞു തരാതെ, ഒരു മനുഷ്യനും പറഞ്ഞു തരാതെ, ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ വേണ്ടടാ പൊന്നുമോനെ. ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയുന്നത് കേട്ടുമ്പോ, നീ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോ ശപിക്കപ്പെട്ടവന് കരയും മോനെ. നീ കരഞ്ഞ സമയത്ത് അവന് ചിരിച്ചടാ, എങ്കിലും നീ ചിരിക്കുന്ന സമയത്ത് അവന് കരയുന്ന ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, മരണം വെച്ച് അവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ചിരിച്ചും കളിച്ചും ആസ്വദിച്ച് സമയം കളയല്ലേ. കുല്ലും സബ്ബഹു ഫീ അഹ്ലിഹി വൽമൗതു അദിനാ മിൻ ശിറാഖീൻ അലിഹി. ഒരുപാട് ചിരിക്കല്ലേടാ, ഒരുപാട് ആസ്വദിക്കല്ലേടാ. ഒരുപാട് സന്തോഷമുണ്ടാകുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്കൊന്ന് നോക്കുമോനെ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പ് നിന്റെ ബാറിനോട്, ആ നിന്റെ ബാറ്, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, അതുപോലെ മരണം നിന്റെ കൂടെയുണ്ട് മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണോ? സമ്പത്തിനോടുള്ള ആർത്തി കളഞ്ഞാൽ നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ,
ക്യാൻസർ രോഗം പിടിച്ചു പാപികളായ പാവപ്പെട്ട രോഗികള് 15 രോഗികളെ സഹായിക്കാറാണ് 28-ാം തീയതി നടക്കുന്ന ഒരു പൊന്നുപോലുള്ള നിക്കാഹിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന മോഹത്തോടെ സംഘടിപ്പിച്ച പരിപാടിയാ. മോനെ, സംഘാടകരെ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നിന്റെ ഇടതുഭാഗത്ത് ശൈത്താൻ നിൽപ്പുണ്ട്. എന്തേ പറയുന്നതെന്നറിയുമോ? കൊടുക്കല്ലേടാ, പണമാടാ വലുത്, പണമാടാ വലുത്, നല്ല മരണമല്ല, സ്വർഗമല്ല, കൊടുക്കല്ലേ എന്ന് ശപിക്കപ്പെട്ട ശൈത്താൻ, ശപിക്കപ്പെട്ട ശൈത്താനിന്റെ ചാരത്ത് നിന്ന് പറയുന്നുണ്ട്. പോടാ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല സദക്കയിട്ടാൽ നീ മരിക്കുന്ന സമയത്ത് മോനെ അള്ളാഹു ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 അടി മണ്ണിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.